കല്യാണ പല്ലക്ക്. ഗായത്രിയുടെ മുഖം കുനിഞ്ഞുപോയി. മഹേഷും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഗായു, മഹേഷ് മെല്ലെ വിളിച്ചു. പ്രതികരണം ഒന്നുമില്ലാതെ നിൽക്കുകയാണ് ഗായത്രി. അവളും സ്റ്റക്കായിപ്പോയിരുന്നു. പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തൊരവസ്ഥ. ഏറെ നേരമായിട്ട് ഗായു മുഖം ഉയർത്താതെ നിൽക്കുന്നത് കാണിക്കെ പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയുടെ പുറത്ത് മഹേഷ് ഇരു കൈപ്പത്തികളും അവളുടെ കവിളിലേക്ക് മൃദുവായി വെച്ചുകൊണ്ട് മെല്ലെ അവളുടെ മുഖത്തേക്ക് നോക്കി. നനവ് പടർന്ന ഗായത്രിയുടെ കണ്ണുകൾ കാണെ മഹേഷിന്റെ മുഖം മാറി. അവന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമവും ദുഃഖവും നിഴലിച്ചു കണ്ടു. എന്തു പറ്റി ഗായു? ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടാണോ തന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അറിയാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചുപോയി മഹേഷ്. ഗായത്രി അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. മഹേഷിന് താൻ എടുത്തു ചാടി ചെയ്ത പ്രവൃത്തി വല്ലാത്ത വേദനയുണ്ടാക്കി. സോറി ഗായു, താൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മഹേഷ് വാക്കുകൾക്കായി പരതി. പിന്നെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. അല്പനേരം അങ്ങനെ നിന്ന ശേഷമാണ് ഗായത്രി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോഴേക്കും തന്നെ പുറത്ത് വാതിലിൽ ആരോ നോക്ക് ചെയ്യുന്ന സൗണ്ട് അവൾ കേട്ടു. അത് മിക്കവാറും മഹിമയായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. ഗായത്രി പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന തോർത്തുപയോഗിച്ച് കണ്ണും മുഖവുമൊക്കെ നന്നായി തുടച്ചു. ശേഷം പോയി വാതിൽ തുറന്നു. സോറി ഗായു, ഞാനിവിടെ നിന്ന സമയത്ത് ആ പിള്ളേരെന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി. എവിടെ സിബ് എവിടെ? മഹിമ ചോദിച്ചു. ഇട്ട് ചേച്ചി. ഒറ്റയ്ക്കോ? പെട്ടെന്ന് മഹിമ ചോദിച്ചപ്പോൾ ഗായത്രിയുടെ മുഖത്ത് വീണ്ടും പരിഭ്രമം. അത് അത് അവൾ എന്തു പറയണമെന്നറിയാതെ വിക്കലോടെ നിന്നുപോയി. മഹേഷ് വന്നിരുന്നു എവിടേക്ക്? മഹിമ മുഖത്തെ ഭാവമാറ്റങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അവളോട് ചോദിച്ചു. മൗനമായി ഒന്ന് മൂളുക മാത്രം ചെയ്തു ഗായത്രി. എങ്കിൽ പിന്നെ ശരി, മോള് റെഡി ആയിക്കോ. അതും പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിന്റെ വാതിൽ ചാരി മഹിമ താഴേക്ക് പോയി. തിരികെ താഴേക്ക് ഇറങ്ങുന്ന മഹിമയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതേസമയം ഗായത്രി ആണെങ്കിൽ ഇനി എങ്ങനെ മഹേഷിനെ ഫേസ് ചെയ്യും എന്നറിയാതെ നിന്നുപോയി. മറ്റൊന്നുകൊണ്ടല്ല, അല്പം മുമ്പുള്ള തന്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികൾ മഹേഷിനെ നല്ല രീതിയിൽ മുട്ടിച്ചിട്ടുണ്ടെന്ന് ഗായത്രിക്ക് മനസ്സിലായി. എന്തായാലും ബീച്ചിൽ പോകുമ്പോൾ ഏട്ടനോടൊരു സോറി പറയണം, ഗായത്രി മനസ്സിലോർത്തു. അതേസമയം ബാത്റൂം ഡോറിൽ ചാരി നിന്ന മഹേഷിന് വല്ലാത്ത കുറ്റബോധവും നീരസവും ഒക്കെ തോന്നി. കല്യാണം നടക്കാനിടയായ സാഹചര്യം അറിയാമായിരുന്നിട്ട് പോലും ഗായത്രിയുടെ മാനസികാവസ്ഥ ചിന്തിക്കാതെ പെട്ടെന്ന് തന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ പ്രവൃത്തി അവളെ എത്രമാത്രം വിഷമിപ്പിച്ചിരിക്കുമെന്നോർക്കെ മഹേഷിന്റെ ഹൃദയം ക്രമാതീതമായി മിടിച്ചു. ഛെ, താൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? മഹേഷ് ആകുലതയോടെ ചിന്തിച്ചു. പിന്നെ അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് കുളിച്ച് വസ്ത്രം മാറി പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് ഭാഗ്യത്തിന് ഗായത്രി റൂമിലുണ്ടായിരുന്നില്ല. അവൾ റെഡിയായി താഴേക്ക് പോയിട്ടുണ്ടാകുമെന്ന് മഹേഷ് കരുതി. അവനും റെഡിയായി താഴേക്ക് ചെന്നപ്പോൾ മഹിമയുടെ മക്കൾക്കൊപ്പം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗായു. എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നുണ്ട്. ദേവദത്തനും ദേവപ്രിയയുമാണെങ്കിൽ അവൾ പറയുന്നതെല്ലാം തലകുലുക്കി കേൾക്കുന്നുണ്ട്. കുറച്ചധികം നേരം മഹേഷ് ആ കാഴ്ച നോക്കി നിന്നു. ഹോളിൽ എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അല്പം മുൻപ് മുറിയിൽ വെച്ചുണ്ടായ പ്രവൃത്തികളെപ്പറ്റി ഒന്നും ഓർക്കാതെ മഹേഷ് അധികാരത്തിൽ ഗായത്രിയെ വിളിച്ചു. ഗായു, നമുക്കിറങ്ങാം. മഹേഷിനെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ട് ഗീതയോടും മഹിമയോടും കുട്ടികളോടും ഒക്കെ യാത്ര പറഞ്ഞ് ഗായത്രി മഹേഷിനൊപ്പം അവന്റെ കാറിൽ കയറി. അവരിരുവരും പോകുന്നത് ഒരു ചിരിയോടെ ഗീതയും മഹിമയും നോക്കി നിന്നു. ഗായു നല്ല കുട്ടിയാ അല്ലേമ്മേ? അല്ലേ മഹിമേ? അതെ അമ്മേ, എനിക്കിഷ്ടായി, മഹിമ പറഞ്ഞു. ഉള്ളത് പറയല്ലോ മോളെ, എനിക്ക് ആ മൂത്ത കുട്ടിയേക്കാൾ എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടത് ഇവളെ തന്നെയായിരുന്നു. പിന്നെ മൂത്തത് നിൽക്കെ അനിയത്തി അവരെന്തായാലും കെട്ടിച്ചയക്കില്ലല്ലോ. അതറിയാവുന്നതുകൊണ്ടാ ഞാൻ മാഷോട് ചോദിച്ചില്ലെന്ന് മാത്രം. അത് ശരിയമ്മേ, എന്തൊരു ധാഷ്ട്യവും അഹങ്കാരവും ഒക്കെ ആയിരുന്നു ആ മൂത്ത കുട്ടിക്ക്. എനിക്കും അവളുടെ സ്വഭാവം അത്ര പിടിച്ചില്ല. പിന്നെ വേണുമാഷിനെ ഓർത്താ ഞാനും എതിർപ്പൊന്നും പറയാതിരുന്നത്. മഹേഷിന്റെ മനസ്സിൽ എങ്ങനെയാ അവന് അവന് ഗായത്രി അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഗീത അല്പം മടിയോടെ ചോദിച്ചു. കാര്യം മഹിമ മഹേഷിന്റെ ചേച്ചിയാണെങ്കിൽ പോലും കൂട്ടുകാരെ പോലെയാണ് അവരിരുവരും. ഓർമ്മ വെച്ച പ്രായം തൊട്ടേ അങ്ങനെയാണ്.
മഹിമ ഏറെ ആഗ്രഹിച്ചു കിട്ടിയ അനിയനാണ് മഹേഷ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാലം തൊട്ടേ അവരിരുവരും തമ്മിൽ ഒരു ചെറിയ വഴക്ക് പോലും ഉണ്ടാക്കുന്നത് ഗീതയും മാധവനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പരസ്പരം താങ്ങും തണലുമായി സ്നേഹത്തോടെ വളർന്ന രണ്ടു പേരായിരുന്നു അവർ. മഹിമ ഏറെ നേരം ആലോചനയോടെ നിന്നു. അമ്മേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ മഹേഷിനും ഈ കുട്ടിയോടായിരുന്നു താല്പര്യമെന്നാണ്. കാര്യം ഗംഗയുമായുള്ള വിവാഹബന്ധം ഒഴിവായി പോയതിന്റെ പേരിൽ അവൻ സങ്കടപ്പെട്ടിരിക്കുന്നുവെന്നും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, ഗായത്രിയെ വധുവായി ലഭിച്ച ശേഷം അവൻ കുറച്ചുകൂടി സന്തോഷവാനായതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഗംഗയുമായി വിവാഹം ഉറപ്പിച്ച സമയങ്ങളിൽ പോലും അവർ തമ്മിൽ ഫോൺ വിളിക്കുവോ നേരി കാണുവോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗംഗയുടെ കാര്യം പറഞ്ഞ് ചെല്ലുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി പോവായിരുന്നു അവൻ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അവന് മനസ്സിൽ തട്ടിയൊരു സ്നേഹമുണ്ട് ഗായുവിനോട്. അമ്മ ഓർക്കുന്നുണ്ടോ, നമ്മൾ മഹേഷിനും ഗംഗയ്ക്കും വേണ്ടിയുള്ള മന്ത്രകൂടി എടുക്കാൻ പോയപ്പോഴും താലി വാങ്ങാൻ പോയപ്പോഴും എല്ലാം താലിയും മാലയും മന്ത്രകൂടിയും എല്ലാം സെലക്ട് ചെയ്തത് ഗായത്രിയാണ്. അന്ന് ഞാനതത്ര കാര്യമാക്കി എടുത്തില്ല. പക്ഷെ പിന്നീട് ഗംഗ മറ്റൊരാൾക്കൊപ്പം പോയി ഈ വിവാഹം മുടങ്ങുമെന്ന് ഉറപ്പായ സമയം ഞാനത് വെറുതെ ഓർത്തു നോക്കി. വില കൂടിയ സാധനങ്ങൾ മാത്രം ഗംഗ തിരഞ്ഞെടുത്ത സമയത്ത് അത്ര വിലയില്ലാത്തത് എന്നാൽ നല്ലതെന്ന് തോന്നിയത് സെലക്ട് ചെയ്തത് ഗായത്രിയല്ലേ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അത്? മഹിമ ചോദിച്ചപ്പോഴാണ് ഗീതയും അതേപ്പറ്റി ഓർത്തത്. അതേപോലെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, അന്നതെല്ലാം വിധിച്ചിരുന്നത് ആ കുട്ടിക്ക് തന്നെ ആയിരുന്നല്ലേ? ചിരിയോടെ ഗീത മഹിമയെ നോക്കി ചോദിച്ചു. അതെ അമ്മേ, നമ്മുടെ കുടുംബത്തിലേക്ക് എന്തുകൊണ്ടും വരാൻ അനുയോജ്യയായ പെൺകുട്ടി അത് ഗായത്രി തന്നെയായിരുന്നു. മഹിമ പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ നെഞ്ചിലേക്ക് കൈവച്ച് ഗീത. കാര്യം അത്രയും ദിവസം അവർക്ക് മനസ്സിൽ ടെൻഷനുണ്ടായിരുന്നു. തങ്ങൾ നിർബന്ധിച്ച് മഹേഷിനെ ഗായത്രി കൊണ്ട് വിവാഹം കഴിപ്പിച്ചതായതുകൊണ്ട് അവൻ അവളോട് എന്തെങ്കിലും തരത്തിലുള്ള നീരസം കാണിക്കുമോ എന്ന്. എന്നാൽ ഇപ്പോൾ അവരുടെ ആവിധമുള്ള സംശയങ്ങൾക്കും ആവലാതികൾക്കുമാണ് തിരശീല വീണിരിക്കുന്നത്. ആ കുട്ടിക്ക് മഹേഷിനെ ഭർത്താവായി കാണാൻ ഇത്തിരി കൂടി സമയം വേണം തോന്നുന്നു, അല്ലേ? ഗീത വീണ്ടും മഹിമയോട് ചോദിച്ചു. അതെ അമ്മേ, ഗായുവിന്റെ ഭാഗത്തു നിന്നും എനിക്ക് അങ്ങനെ തോന്നിയത്. മഹിയോട് ഇഷ്ടക്കുറവോ ദേഷ്യമൊന്നുമില്ല. ഒരുപക്ഷെ ഇത്രയും നാള് ചേച്ചിയുടെ ഭർത്താവായി കണ്ടയാളെ സ്വന്തം ഭർത്താവായി ലഭിച്ചതിന് ശേഷം ആ സത്യം ഉൾക്കൊള്ളാനും അവൾക്കല്പ സമയം വേണം. സാരില്ല, നമുക്ക് സമാധാനത്തോടെ കാത്തിരിക്കാം. എന്തായാലും ഏറെ വൈകാതെ തന്നെ അവരിരുവരും പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിച്ചു തുടങ്ങും. അതെനിക്ക് 100% ഉറപ്പാ. മഹിമ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ ഗീതയ്ക്കുള്ളിൽ ഒരു തണുപ്പ് പടർന്നു. കാര്യം മഹിമയും ദീപക്കും നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. 2 മക്കൾ കൂടി വന്നതോടെ അവരുടെ ജീവിതം ഒരു സ്വർഗതുല്യമായി മാറിയിരുന്നു. ഗീതയ്ക്ക് അപ്പോഴും മഹേഷിനെ ഓർത്തായിരുന്നു വിഷമം മുഴുവനും. മറ്റൊന്നും കൊണ്ടല്ല, മഹേഷിന് വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം ഒന്നും നടക്കാത്തത് ഗീതയുടെ തീരാ ദുഃഖമായിരുന്നു. എന്നാൽ ഒരു വിവാഹം നടന്നപ്പോഴും അതിങ്ങനെയുമായി. അങ്ങനെ 100 കൂട്ടം ചിന്തകളിൽപ്പെട്ട് ഉഴലുകയായിരുന്നു അവർ. ഇപ്പോൾ അവർക്ക് നല്ല സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അവർ കൈകൂപ്പി കണ്ണുകൾ അടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പിന്നാലെ മഹിമയും. അല്പദൂരം കാറിൽ മുന്നോട്ട് സഞ്ചരിച്ചെങ്കിലും ഗായത്രിയും മഹേഷും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. എന്തിനേറെ പറയുന്നു, പരസ്പരം ഒരു നോട്ടം പോലും കൈമാറാൻ ഇരുവരും കൂട്ടാക്കാതിരിക്കുകയാണ്. പക്ഷെ അവർക്ക് സംസാരിക്കണമെന്നുണ്ട്. അല്പനേരത്തിന് ശേഷം കാറ് ബീച്ച് റോഡിലേക്ക് തിരിഞ്ഞു. റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം മഹേഷ് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ഗായത്രിയും. ദൂരെ നിന്ന് നടന്നെടുക്കുമ്പോഴേ കാണാം ആർ തലച്ചു വന്ന് തീരത്തെ പുൽകി കടന്നുപോകുന്ന തിരമാലകളെ. കടൽ കാണുന്നത് ഗായത്രിക്ക് എപ്പോഴും സന്തോഷം പകർന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. മുൻപ് എപ്പോഴും മാഷും ശ്യാമളയും ഗായത്രിയും ഗംഗയും എല്ലാവരും കൂടി മാസത്തിലൊരിക്കലൊക്കെ പുറത്തു പോകും. ആ സമയത്ത് ഗായത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ മിക്കപ്പോഴും ബീച്ചിൽ വരും. ഗംഗയ്ക്കാണെങ്കിൽ ഈ ബീച്ച് കാണുന്നതേ കലിയാണ്. അങ്ങനെ എണ്ണമല്ലാത്ത വിധം ചിന്തകൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഗായത്രി മുന്നോട്ട് നടന്നത്. അവൾക്കൊപ്പം തന്നെ മഹേഷും നടക്കുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴോ പൂഴിമണലിൽ കാലിടറി
ഗായത്രി വീഴാൻ പോയ സമയത്ത് മഹേഷ് പെട്ടെന്ന് അവളുടെ കൈക്ക് കയറി പിടിച്ചു. ഗായത്രി അപ്പോഴാണ് മഹേഷിനെ ഒന്ന് മുക്ക് ഉയർത്തി നോക്കിയത്. ഗായു, താൻ എന്തിനാ എന്നോടിങ്ങനെ മിണ്ടാതെ നടക്കുന്നത്? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി. പക്ഷെ അതിൻ്റെ പേരിൽ താൻ എന്നോടിങ്ങനെ മിണ്ടാതെ നടക്കരുത്. എന്നെ ഒരു അപരിചിതനെ പോലെ കാണരുത്. മഹേഷ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞത്. ഗായത്രി ഒരു ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഞാനങ്ങനൊന്നും. ഗായത്രി എന്തു പറയണമെന്നറിയാതെ പറഞ്ഞു തുടങ്ങി. സത്യമായിട്ടും ഞാനങ്ങനൊന്നും കരുതിയിട്ടില്ലേട്ടാ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അത് പറഞ്ഞുകൊണ്ട് അവൾ മുഖം കുനിച്ചു. മഹേഷ് അവളെ തന്നെ നോക്കി നിന്നു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഗായത്രി മുഖം ഉയർത്തി മഹേഷിനെ നോക്കി. എനിക്ക് എല്ലാ അർത്ഥത്തിലും മഹേഷ് ചേട്ടൻ്റെ ഭാര്യയാകണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം. എൻ്റെ മനസ്സിപ്പോഴും യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു ഒരു മാസം. അതിനുള്ളിൽ ഞാൻ ഓക്കെ ആകും. അത്രയും മതി. ഗായത്രി ദയനീയതയോടെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കിയത്. അവനവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ആവശ്യം പോലെ സമയം എടുത്തോളൂ. സത്യം പറഞ്ഞ എനിക്കിപ്പോഴാ സമാധാനമായത്. മഹേഷ് അത് പറഞ്ഞതും ഗായത്രി കാര്യം മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കരുതി താൻ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നതൊക്കെ തനിക്കെന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാവുന്നു. പെട്ടെന്ന് മഹേഷ് അത് പറഞ്ഞപ്പോൾ ഗായത്രി വിളറിയ മുഖത്തോടെ അവനെ നോക്കി. തന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് മഹേഷ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. തനിക്കറിയാലോ നമ്മുടെ വിവാഹം നടന്നത് എങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം. ഇനി എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ഒന്നും പറയാതെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ മറ്റേയാൾ വിചാരിക്കുന്നത് ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കുന്ന. അതുകൊണ്ട് നോക്ക്, ഗായത്രിക്ക് എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയിൽ എപ്പോഴെങ്കിലും നീരസം തോന്നിയാൽ അതെന്നോട് തുറന്നു പറയണം. എങ്കിലേ എനിക്ക് എന്നെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. മഹേഷ് പറഞ്ഞതും ഗായത്രി പുഞ്ചിരിയോട് തലയാട്ടി. അവന്റെ തീർത്തും ഇന്നസെന്റ് ആയിട്ടുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെ ഗായത്രിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ചെറുചിരിയോടെ പൂഴി മണലിലൂടെ നടന്നു നീങ്ങുന്നവന്റെ കൈകളിൽ വിരൽ കോർത്ത് പിടിച്ചത് ഗായത്രിയായിരുന്നു. അവന്റെ ആ പ്രവൃത്തി മഹേഷിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയിച്ചെങ്കിലും അവനവളെ നോക്കിയില്ല. ഒഴുകി പടർന്നു കിടക്കുന്ന കടലിലേക്ക് കണ്ണു നട്ട് മെല്ലെ അവൻ അവൾക്കൊപ്പം തീരത്തേക്ക് നടന്നു. കടലിലെ ഉപ്പുവെള്ളത്തിൽ കാൽ നനച്ച് പരസ്പരം ഒന്നും സംസാരിക്കാതെ ഒരു ചെറു പുഞ്ചിരി ചുണ്ടിലൊളിപ്പിച്ച് അവരിരുവരും കൈകോർത്ത് പിടിച്ച് ഏറെ നേരം ആ തീരത്തുകൂടി നടന്നു. അവിടെ ഐസ്ക്രീം വണ്ടി കിടക്കുന്നത് കണ്ടതും മഹേഷ് ഗായത്രിയോട് തനിക്ക് ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു. വേണമെന്നർത്ഥത്തിൽ ഗായത്രി തലകുലുക്കിയതും മഹേഷ് അവളെയും കൂട്ടി അവിടേക്ക് ചെന്നു. അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ തന്നെ വാങ്ങിക്കൊടുത്തു. ഐസ്ക്രീമിന്റെ മധുരം നുണഞ്ഞ് ആ മണൽപ്പരപ്പിലേക്ക് അവരിരുന്നു. പരസ്പരം വാക്കുകൾ കൊണ്ടുള്ള സംസാരം കുറവാണെങ്കിൽ പോലും നോട്ടങ്ങൾ കൊണ്ടവർ ഒരുപാട് എന്തൊക്കെയോ സംസാരിച്ചു കഴിഞ്ഞിരുന്നു. ആ ചെറിയ സമയം കൊണ്ട് തന്നെ പതിയെ ഇളമ്പയിൽ മങ്ങിത്തുടങ്ങി. ഒരു കുഞ്ഞു ചുവന്ന പൊട്ടുപോലെ സൂര്യൻ കടലാഴങ്ങളിലേക്ക് ഒളിച്ചു. ചെറിയ ഇരുട്ട് പടർന്നു തുടങ്ങിയപ്പോൾ മഹേഷ് ഗായത്രിയെ നോക്കി. കാരണം ഇത്രയും നേരം കൊണ്ട് തന്നെ അവനും മനസ്സിലായിരുന്നു കടലിൽ സമയം ചെലവഴിക്കാൻ ഗായത്രിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. നമുക്കിനി വീട്ടിലേക്ക് പോയാലോ? അവൻ ചോദിച്ചതും ചിരിയോടെ ഗായത്രി തലകുലുക്കി. ആദ്യം മഹേഷ് എഴുന്നേറ്റ് ഗായത്രിക്ക് നേരെ കൈനീട്ടിയപ്പോൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളും എഴുന്നേറ്റു. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ അവരിരുവരും തമ്മിലുള്ള ആ അപരിചിതത്വം പൂർണ്ണമായും ഒഴിവായി. സൗഹൃദഭാവത്തിലെങ്കിലും മഹേഷിനോട് ഫ്രീ ആയി സംസാരിക്കാൻ ഗായത്രിക്ക് കഴിയുന്നുണ്ടായിരുന്നു. ആ ഒരു ചെറിയ യാത്ര അവരിരുവരുടെയും ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അങ്ങോട്ട് പോയതിലും കൂടുതൽ സന്തോഷത്തോടെയാണ് അവരിരുവരും തിരികെ വീട്ടിലേക്ക് മടങ്ങി വന്നത്. അതവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. രാത്രി എല്ലാവർക്കും ഒപ്പമിരുന്ന് ഡിന്നറൊക്കെ കഴിച്ച ശേഷം മഹേഷും ഗായത്രിയും കിടക്കാനായി മുകളിലെ മുറിയിലേക്ക് പോയി. വേഷം മാറി ഫ്രഷായി ഒരു നൈറ്റ് ഡ്രസ് എടുത്തിട്ടുകൊണ്ട് ഗായത്രി മുറിയിലേക്ക് വന്നു. മഹേഷും ഇതിനോടകം തന്നെ ഫ്രഷായി ഫോണിൽ നോക്കി ഇരിക്കുകയായിരുന്നു. ആ സമയം ഗായത്രി മുറിയിലേക്ക് വന്നു എന്ന് കണ്ടതും മഹേഷ് ഫോൺ മാറ്റിവെച്ചുകൊണ്ട് അവളെ നോക്കി. മഹേഷ് ഏട്ടൻ എന്നോതില്ല ഇനി
വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്? ഗായത്രി സ്വാഭാവികമായി തന്നെ മഹേഷിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്കിനി ഒരാഴ്ചത്തെ ലീവ് കൂടിയുണ്ട്. നാളെ നമ്മൾ എന്തായാലും തൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ. ഒരു ദിവസം അവിടെ നിന്ന ശേഷം ജോലിക്ക് ജോയിൻ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികം ലീവൊന്നും ഇല്ല എനിക്ക്. ഗായത്രിക്ക് കോളേജിൽ പോകാൻ സൗകര്യം എവിടെ നിന്നാ? എനിക്ക് തോന്നുന്നു തൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ കുറച്ചുകൂടി ദൂരം കുറവാണെന്നല്ലേ? മഹേഷ് ചോദിച്ചപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ ഗായത്രി തലകുലുക്കി. അവൻ ആലോചനയോടെ അല്പനേരം ഇരുന്നു. പതിയെ എപ്പോഴോ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ അത്യധികം സന്തോഷത്തോടെയാണ് ഗായത്രി ഉറക്കമുണർന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. ഒപ്പം 2 ദിവസം വീട്ടിൽ നിൽക്കുകയും ചെയ്യാം. വല്ലാത്തൊരു ഉത്സാഹത്തോടെ അവൾ ഓരോരോ കാര്യങ്ങളായി ചെയ്തു. വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടാണ് അവൾ താഴേക്ക് ഇറങ്ങി വന്നത്. ആ, മോള് റെഡിയായോ? റെഡിയായി അമ്മേ. ഗീത ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ അവൾ അവർക്ക് മറുപടി നൽകി. കുറച്ച് സമയത്തിന് ശേഷം മഹേഷും ഗായത്രിയും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളോടെ താഴേക്ക് വന്നു. അവരെല്ലാവരും ഒരുമിച്ചിരുന്നാണ് അന്ന് ഭക്ഷണം കഴിച്ചത്. മഹേഷേ, ഗായത്രിയുടെ വീട്ടിലേക്ക് പോകും മുന്നേ മാഷിനും ശ്യാമളയ്ക്കും വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേണം പോകാൻ. അതൊക്കെ ഒരു നാട്ടുനടപ്പാണ് കേട്ടോ. ഗീത മഹേഷിന് ഒരുപക്ഷെ അതൊക്കെ അറിയില്ലെങ്കിലോ എന്ന് കരുതി പറഞ്ഞു കൊടുത്തു. ഗായു, ഞങ്ങളിന്ന് തിരികെ ദീപക്കേട്ടൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. മഹിമ ഗായത്രിക്ക് അടുത്തേക്ക് വന്നു. അത് കേട്ടപ്പോൾ ഗായത്രിക്ക് നന്നേ സങ്കടം തോന്നി. അയ്യോ, അതെന്താ ചേച്ചി ഇത്രയും പെട്ടെന്ന് പോകുന്നത്? കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരെ? കൊള്ളാം, നല്ല കഥയായി. ഞങ്ങൾ രണ്ടുപേരും ഒരാഴ്ചയെ ലീവിലാ. മാത്രമല്ല, കുട്ടികളുടെ ക്ലാസ്സും പോയിക്കൊണ്ടിരിക്കുക. മഹിമ പറഞ്ഞപ്പോഴാ സത്യത്തിൽ ഗായത്രിയും അതേപ്പറ്റി ചിന്തിച്ചത്. ഷോ, ഞാൻ ആ കാര്യം മറന്നുപോയി. ചേച്ചി, സാരമില്ല, നിങ്ങൾ പോയിട്ട് ഇടയ്ക്കൊക്കെ അവധി കിട്ടുമ്പോൾ ഇവിടേക്ക് വരണം. പിന്നെ മഹേഷേട്ടന് അവധിയുള്ളപ്പോൾ ഞങ്ങളും അങ്ങോട്ട് വരാം. ഗായത്രി മഹേഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് മഹിമയോട് പറഞ്ഞു. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ ഗായത്രിയുടെ വീട്ടിലേക്ക് പോകാനിറങ്ങി. പോകുന്ന വഴി ടെക്സ്റ്റൈൽസിൽ കയറി മാഷിനും ശ്യാമളയ്ക്കും ഡ്രസ്സും, ജയന്തിയുടെ വീട്ടിലേക്കും ഗായത്രിയുടെ വീട്ടിലേക്കും വേണ്ടുന്ന പലഹാരങ്ങളും എല്ലാം വാങ്ങിയാണ് പോയത്. ഗായത്രിയും മഹേഷും അന്ന് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും മാഷിൻ്റെ വീട്ടിലുണ്ട്. പെണ്ണുങ്ങളൊക്കെ ചേർന്ന് അടുക്കളയിൽ കാര്യമായ പാചകത്തിലാണ്. ഏകദേശം ഉച്ചയോടടുക്കാറായപ്പോഴാണ് ഗായത്രിയും മഹേഷും അവളുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. തുടരും.